തെർമൽ കുക്കറോ അല്ലെങ്കിൽ കുക്കറോ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എത്ര വേവാത്ത അരിയും നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ ഒരു ടിപ്പ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസൊന്നും അധികം ചിലവാക്കാതെ തന്നെ അരിയെല്ലാം തന്നെ പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചോറൊക്കെ എത്ര കഴിച്ചാലും വണ്ണം വെക്കാതിരിക്കാനും നമ്മളുണ്ടാക്കുന്ന ചോറിൻ്റെ ഗുണം ഇരട്ടിയാക്കുന്നതിനും പറ്റിയൊരു കിടിലൻ ടിപ്പ് പറയുന്നുണ്ട്. നമ്മൾ എത്ര കറക്റ്റായിട്ട് അരി ഇട്ടാലും കുറച്ച് ചോറ് ബാക്കി വരുമല്ലേ, അപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ അങ്ങനെ പഴകിയ ചോറൊക്കെ ഉണ്ടെങ്കിൽ പിറ്റേന്നോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞെടുത്താൽ പോലും നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രിഡ്ജിൽ വെച്ച കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചോറ് നമുക്ക് തിളപ്പിച്ചൂരിയ ചോറിൻ്റെ ആ ഒരു പഴക്കമൊന്നും തോന്നാത്ത രീതിയിൽ അന്ന് വച്ച ചോറ് പോലെ നല്ല ഫ്രഷ് ആക്കി എടുക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് സാധാ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ആ തണുപ്പൊക്കെ പോകുന്നത് വരെ ഒന്ന് 2 പ്രാവശ്യം കഴുകി എടുക്കുന്നുണ്ട്. ചോറിൻ്റെ ഒരു പഴക്കമുള്ള മണം ഉണ്ടെങ്കിൽ നമുക്കൊരല്പം വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്മെല്ലുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ 1/2 സ്പൂണോളം വിനാഗിരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഈ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കഴുകിയതിന് ശേഷം നമുക്ക് ഈ വിനാഗിരി ഒഴിച്ച് വെള്ളം മാറ്റിയിട്ട് ഈ ചോറ് മാത്രം ഒന്ന് ഊറ്റിയെടുക്കണം. അരിപ്പ പാത്രത്തിലേക്ക് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചോറ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ചോറ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളവും ചോറും കൂടി ഒരുമിച്ച് വെച്ചിട്ടല്ല നമ്മൾ തിളപ്പിക്കുന്നത്. അപ്പോൾ സോസ് പാനിൽ ഞാൻ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ചോറിട്ട് കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ചോറിന് പഴക്കമുള്ള ചോറാണെന്നോ തിളപ്പിച്ചൂറ്റിയ ചോറാണെന്നോ ഒന്നും തോന്നില്ല. ഒരുപാട് നേരമൊന്നും ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തിള വന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ വെന്ത് പോയ ചോറാണെങ്കിൽ പോലും ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പളുങ്ക് മണി പോലെ ഇതേപോലെ വിട്ടിരുന്നോളും. ഒട്ടും തന്നെ പഴകിയ ചോറാണെന്ന് തോന്നിയില്ല. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പോൾ എത്ര വേവാത്ത അരിയാണെങ്കിലും നല്ല എളുപ്പത്തിൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കാൻ പറ്റിയൊരു ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ കഴുകുന്നത് പോലെ 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്കൊന്ന് കുതിർക്കാൻ വെക്കാം. എത്ര വേവാത്ത അരിയാണെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ അരമണിക്കൂറോളം കുതിർത്തതിന് ശേഷം വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാനും പറ്റും. അതുമാത്രമല്ല നമുക്ക് ഗ്യാസും ലാഭിക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ചൂടായ വെള്ളത്തിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളപ്പിക്കുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കണമെങ്കിൽ വെക്കാം. അല്ല തെർമൽ കുക്കർ ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഇതേപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എന്തെങ്കിലും കനമുള്ള ഇതേപോലെയുള്ള എന്തെങ്കിലും ഐറ്റം നമുക്ക് ഇതിന് മുകളിലേക്ക് വച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒട്ടും തന്നെ ആവി സൈഡിലൂടെ പോവില്ല. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സമയത്തിന് ശേഷം ഈ വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വെള്ളമില്ലെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത് വടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ എത്ര വേവാത്ത ചോറ് നല്ല നൈസായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് ചോറ് കഴിച്ചാലും വണ്ണം കൂടാതിരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ 1 സ്പൂണോളം കരിഞ്ജീരകമാണ് എടുത്തിരിക്കുന്നത്. ആയുർവേദത്തിൽ കരിഞ്ജീരകത്തിന് പറയുന്നത് മരണം ഒഴിച്ചുള്ള ഏത് രോഗത്തിനുള്ള മരുന്നും കരിഞ്ജീരകമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കരിഞ്ജീരകം 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കാം. നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് കരിഞ്ജീരകം. കൊളസ്ട്രോൾ ലെവലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് കിഴി കെട്ടിയതിന് ശേഷം നമ്മൾ അരി ഇടുമ്പോൾ നമ്മൾ അരി വേവിക്കാൻ വെക്കുമ്പോൾ ഇതും ഈ കിഴി ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാലോ അരി തിളക്കുന്നതിനോടുകൂടെ തന്നെ കരിഞ്ജീരകം തിളച്ച് കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു എഫക്റ്റും കൂടി ആ വെള്ളത്തിനും അതുപോലെ തന്നെ ആ ചോറിനൊക്കെ കിട്ടും. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കുടിച്ചാലും നല്ലതാണ്. അതുപോലെ തന്നെ ആ ചോറിനാണെങ്കിലും ഈ കരിഞ്ജീരകത്തിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം തന്നെ കിട്ടും. ചോറെല്ലാം വെന്ത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ തിളപ്പിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ വടിക്കുന്നത്. അപ്പോൾ വടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കിഴി എടുത്ത് മാറ്റിയാൽ മതി.
അരി നമ്മൾ വേവിച്ചെടുത്ത പോലെ തന്നെ കരിഞ്ജീരകവും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിലുണ്ട്. അപ്പോൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്പുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ മറക്കല്ലേ.